Hey guys, welcome back. Good morning guys. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കോൺവൊക്കേഷന് കുറച്ച് ഒരുക്കങ്ങളാണ്. നാളെ DLED കോഴ്സ് കഴിഞ്ഞതിൻ്റെ കോൺവൊക്കേഷൻ നാളെയാണ്. സോ അതിൻ്റെ കുറച്ച് കാര്യങ്ങളായിട്ട് ഇപ്പം ഇരിക്കുകയാണ്. ഇന്നലെ രാത്രി 3 മണി 4 മണി ടൈമിൽ ഞാൻ കിടന്ന് ഒരു എഡിറ്റിംഗ് കാര്യം പറഞ്ഞിട്ട് ആ എഡിറ്റിംഗ് എന്ന് പറയുന്നത് മിസ്സിന് നമ്മളൊരു ഫ്രെയിം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇത് നമുക്ക് കടയിൽ പോയി ചെയ്യാം, പക്ഷേ ഞാൻ ചെയ്യാമെന്നുള്ളൊരു ധാരണയിൽ ഞാൻ ചെയ്തു തുടങ്ങിയത് ഇന്നലെ ആയിരുന്നു. 52 പിള്ളേരുടെ ഫോട്ടോ വെച്ചിട്ട് നടുക്കൽ മിസ്സിനെ വെച്ചിട്ട് അങ്ങനെ ആ സെറ്റപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫ്രെയിം. അതാണ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഇന്നലെ രാത്രി 1 മണിക്ക് തുടങ്ങിയതാണ്. കടന്നപ്പോൾ 3 മണി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ഇത് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിലിപ്പോൾ ഈ വൈറ്റ് സാധനം ഇട്ടുകൊണ്ടിരിക്കുകയാണ് ടാസ്ക്. എല്ലാം കൂടി സെലക്ട് ചെയ്ത് അങ്ങനെ കിട്ടാറുണ്ടെങ്കിൽ സുഖമായേനെ. ഇതങ്ങനെ കിട്ടണില്ല. ഓരോന്ന് എടുത്തെടുത്ത് ഇങ്ങനെ ചെയ്യണം ഈ ഔട്ട്ലൈൻ കൊടുക്കലായിട്ട്. അപ്പോൾ ഗൈസ് അതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകണം. നാളേക്കുള്ള ഡ്രസ്സ് സെറ്റ് ചെയ്യണം. പിന്നെ ഈ ഫ്രെയിം അടിക്കാൻ കൊടുക്കണം. പിന്നെ കോളേജിൽ പോയിട്ട് ഈ സ്റ്റേജൊക്കെ ഒരുക്കാറുണ്ട് ഗൈസ്. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. സോ ലെറ്റ്സ് സീ വാട്ട്സ് ഹാപ്പനിങ് ടുഡേ. നമ്മൾ അലസ്റ്ററിനെ പിക്ക് ചെയ്തിട്ട് നേരെ ഡ്രസ്സ് നോക്കാൻ പോവാണ്. അപ്പോൾ പോട്ടെ ഗൈസ്, നമ്മളിപ്പോൾ ഡ്രസ്സ് നോക്കാൻ വേണ്ടി വന്നിട്ട് ഇത്ര നേരം നമ്മളിവിടെ നിന്നു. പക്ഷേ ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഓപ്പൺ ആക്കി. നോക്കിയിട്ട് വരാം ഗൈസ്. നമ്മൾ കടയിൽ വന്നൊന്ന് ഡ്രസ്സ് ഇട്ടു. ഇതിൻ്റെ മേലെ വേണം ഫോട്ടോ ഇടാൻ. ഇട്ടോട്ടെ ഗൈസ്. ഇതാണ് ഡ്രസ്സ്. ചെറിയ ലൂസ് ഉണ്ട് ഉള്ളിട്ട് അറിയിക്കണം. എങ്ങനെയുണ്ട്? ഇതൊക്കെയാണോ ഉള്ളിലൊക്കെ വരുമ്പോ ഇത് പുറത്ത് വരുന്ന സ്പെക്സ് ഒന്ന് വെച്ച് നോക്കി. ഇതെന്തായാലും എടുക്കില്ല, ഇത് വെച്ച് നോക്കിയതാണ്. എങ്ങനെയൊന്ന് പറയൂ. പിന്നെ ഇതടുത്ത് പക്ഷേ വേണ്ട, സ്പെക്സ് വേറെ ഉണ്ട്, അത് സെറ്റാക്കാം. നമ്മളപ്പോൾ കോട്ട് എടുത്തു. അവിടെ ഇനി ഓഫ് ടു വീട്ടിൽ പോയിട്ട് പിന്നെ നേരെ കോളേജിലേക്ക്. ഗൈസ് നമ്മളിപ്പോൾ തൃശ്ശൂരെത്തി ഗൈസ്. ഇവരിപ്പോഴാണ് വീണ്ടും വ്ളോഗിലേക്ക് തിരിച്ചു കിട്ടിയത്. ഹായ് പറയൂ. ഹായ്. അപ്പോൾ ഇനി നേരെ കോൺവൊക്കേഷൻ്റെ പരിപാടികൾ ചെയ്യാൻ പോകണം. അതിൻ്റെ സാധനങ്ങൾ വാങ്ങണം. അപ്പോൾ സാധനങ്ങൾ വാങ്ങട്ടെ ഗൈസ്. ഇനി അധികം സമയമില്ല, ഇന്നത്തെ കൂടിയ സമയമുള്ളൂ. ഇനി നേരെ സ്റ്റേജ് ശരിയാക്കാൻ പോകണം. അപ്പോൾ ഡെക്കറേഷൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങി. ടോട്ടൽ ബില്ല് വരുന്നത് ഈ സാധനങ്ങളൊക്കെ വാങ്ങി 921 രൂപയായിട്ടുണ്ട്. നമ്മളൊരു അരങ്ങും ബലൂൺ വാങ്ങിയില്ല. അരങ്ങ് പിന്നെ ഒരു ലൈറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി. നാളെ എന്തായാലും കോൺവൊക്കേഷൻ വരില്ല. അപ്പോൾ കാണിച്ചു തരാം ഗൈസ്. ഗൈസ് കുറേ നേരത്തെ ഷോപ്പിങ്ങിന് ശേഷം നമ്മൾ കോളേജിലെത്തി. ഇത്തരം സാധനങ്ങൾ ഈ ഫോട്ടോ സ്റ്റേറ്റും അങ്ങനെയാണ്. കുറേ നേരം പോയി അവിടെ. എത്ര നേരം ഒരു പ്രിന്റ് അടിക്കണമെങ്കിൽ ഒരു മിനിമം 2-3 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ വന്ന് ഇങ്ങനെയായിരുന്നു അത് വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ ഹോൾ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇതാണ് സ്റ്റേറ്റ് സ്കൂള്. ഇവിടെ പിള്ളേർ സ്കേറ്റിംഗ് പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇനി അവിടേക്ക് എത്തിക്കണം, അവിടെ ഒതുക്കണം. അങ്ങനെയാണ് കാര്യങ്ങൾ ഗൈസ്. ഇവിടെയാണ് നമ്മുടെ ഹോള്. ഇവിടെ ഇന്ന് സ്റ്റേജിൻ്റെ കർട്ടൻ കാര്യങ്ങളൊക്കെ ഇടാനുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് അലങ്കാരപ്പണികളുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇത്രയും സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ നൈസായിട്ട് തുടങ്ങിയിട്ടുണ്ട്. വേറെ ആരും വന്നിട്ടില്ല. ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് സെറ്റപ്പ് ആക്കണം. പിന്നെ സ്റ്റേജിൻ്റെ ആൾക്കാർ വരും. അപ്പോൾ അതുകൂടി വന്ന് പെട്ടെന്ന് ഡീലാക്കണം. ഇപ്പം തന്നെ 5:50 6 മണി ആവാറായി. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും അവിടെ സാധനങ്ങളൊക്കെ എത്തി. സ്റ്റേജിനുള്ളത് എത്തി. നമ്മുടെ ഡ്രസ്സ് എത്തി. എല്ലാം ഞാൻ പറയക്കാലായി. ഇനി ഇതെല്ലാം കയറ്റണം. കുറച്ച് പെണ്ണുങ്ങളുണ്ട്. ചെറുതിട്ട് വരാം. കയറ്റു എന്നിട്ട് കയറ്റിയാൽ പോരെ. ഇതൊന്ന് കയറ്റണ്ടേ? നല്ല വെയിറ്റ് ഉണ്ടോ? എന്നാൽ വേണം നടക്ക്, ചിരിക്കല്ലേ. ഒരു സൈഡ് ഒടിഞ്ഞു പോണ്ട. സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞു. ഇതുവരെയായിട്ടും കാര്യങ്ങളും ആയിട്ടില്ല. സ്റ്റേജിൻ്റെ കാര്യങ്ങൾ നൈസായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ കുറച്ച് ഡെക്കറേഷൻസ് ഇവർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ആ സ്റ്റേജിൻ്റെ കാര്യങ്ങൾ ഉള്ളിലും കുറച്ച് പണിയുണ്ട്. കുറച്ച് വെട്ടിക്കൂട്ട് പണികളുണ്ട്. ഇപ്പം 7 മണിയായി. ഇനിയിപ്പോൾ ഇന്ന് വീട്ടിലെത്തി എപ്പോഴൊക്കെയാണോ ഇത് വരികയെന്നറിയില്ല. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളോട് കുറച്ച് നോക്കാറുണ്ട്. സമയം ഇപ്പോൾ 8 മണി കഴിഞ്ഞു. പരിപാടി ഇവിടെ കുറച്ച് കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്തു. അർച്ചയാണ് നമ്മുടെ ആർട്ടിസ്റ്റ്. ആനി വെട്ടുകാരി, സ്റ്റാറുകാരി, സെല്ലോ ടേപ്പ് വെട്ടുകാരി. അപ്പോൾ ഇനി ഇവിടുത്തെ കുറച്ച് പരിപാടികളും കൂടി ഉണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ ഏകദേശം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്.
ഇനി സ്റ്റേജിൻ്റെ കാര്യങ്ങളുടെയും കുറച്ചുകൂടി ചെയ്യാനുണ്ട്. ഹൈ ഗൈസ്, നമ്മുടെ ഇത്ര നേരത്തെ വർക്ക് ഏകദേശം എന്ന് പറഞ്ഞാൽ കുറച്ച് കംപ്ലീറ്റ് ആയി. പിന്നെ ഈ ബാക്കിയുള്ള വർക്ക് നമ്മൾ കിട്ടിയപ്പോൾ വീട്ടിൽ ചെയ്യാൻ വിചാരിക്കണം. അങ്ങനെയുണ്ട്, അറച്ചുണ്ട്. നമ്മൾ ഏകദേശം ഇറങ്ങി കാണാല്ലേ. ഇതെന്തിട്ടത് സമയം എത്രയായി? സമയം 8:30 കഴിഞ്ഞു. 8:30 ആവാറായി. ആ 8:45. ചക്ക വീണതാ. അപ്പം ഇന്നത്തെ വർക്ക് നമ്മൾ നിർത്തി. സ്റ്റേജ് കുറച്ചുകൂടി ചെയ്യാണ്ട്, അതുകൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകും. അപ്പോൾ അതാണ് കഴിച്ച് ഇന്നത്തെ പരിപാടി ആയിരുന്നേ. ഇനി നാളെ രാവിലെ തന്നെ എത്തണം കഴിച്ച്. 8:30 അവിടെ നിന്നല്ല, 9 മണിക്ക് ഇവിടെ എത്തണം. അപ്പോൾ 8:15 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങണം. അതിന് മുമ്പ് മുടി സെറ്റ് ചെയ്യാൻ പോകണം. കുറച്ച് പരിപാടികളുണ്ട്. സോ ഗൈസ്, അതായിരുന്നു ഇന്നത്തെ വീഡിയോ. നമ്മൾ രാവിലെ തൊട്ട് തുടങ്ങിയ പരിപാടിയാണ്. ഇന്നാണ് ഈ സമയമാകുമ്പോഴേ തീർന്നേക്കണം. അതിന് എപ്പോഴാണ് വീട്ടിലെത്താമെന്ന് അറിയില്ല. ഈ വീട്ടിലത്തെ കുറേ പരിപാടി അവസ്ഥകളുണ്ട്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. സോ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.